ന്യൂബീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ ജൈവവളങ്ങളുടെ ഒരു സമയമാണല്ലോ. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന വളരെ കുറച്ച് മാത്രം ചാണകവും അതുപോലെ തന്നെ കുറച്ച് കടലപ്പിണ്ണാക്കും പിന്നെ കുറച്ച് പഴയ കഞ്ഞിവെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കുന്ന നല്ലൊരു ജൈവ സ്ലറിയാണിത്. അപ്പോൾ നമുക്ക് ഇത് ഇതിനകത്തൊക്കെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. നമുക്കറിയാലോ, പച്ച ചാണകം എന്ന് പറഞ്ഞാൽ നൈട്രജൻ്റെ ഒരു കലവറയാണ്. അതുകൂടാതെ ഫോസ്ഫറസ് ഉണ്ട്. പിന്നെ കീടങ്ങളെയും രോഗാണുക്കളെയൊക്കെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഈ പച്ച ചാണകത്തിനുണ്ട്. ലാട്രിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് സൂക്ഷ്മജീവികൾ മണ്ണിൽ വർദ്ധിക്കുന്നുണ്ട്. ചെടികൾ നന്നായി വളരാനും പൂക്കാനും ഒക്കെ ഈ ചാണകം വളരെ നല്ലതാണ്. പിന്നെ കടലപ്പിണ്ണാക്കിൻ്റെ കാര്യം പറഞ്ഞാൽ അതുപോലെ തന്നെ നല്ലപോലെ നൈട്രജൻ കണ്ടന്റ്, പിന്നെ ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാഷ് ഉണ്ട്. ശർക്കര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സൂക്ഷ്മജീവികൾ കൂടുതലാകാൻ ഈ ശർക്കര ചേർക്കുന്നതുകൊണ്ട് നല്ലതാണ്. പിന്നെ കഞ്ഞിവെള്ളം നമുക്കറിയാവുന്നതാണ്, നല്ലൊരു കീടനാശിനിയും കൂടിയാണല്ലോ. അപ്പോൾ ഇത് നല്ല ഒരു സമ്പൂർണ്ണ ജൈവവളമാണ്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം നമ്മുടെ പച്ചക്കറികൾക്കായാലും പൂച്ചെടികൾക്കാണെങ്കിലും ഒക്കെ ഇത് ഒഴിച്ചു കൊടുക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇവിടെ കോവലിന് എല്ലാത്തിനും, വെണ്ടയ്ക്കും വഴുതനയ്ക്കും എല്ലാത്തിനും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ മുളച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഒരു പയറാണിത്. ടെറസിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് അല്ലാതെ തറയിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാം ഉണ്ട്. ഇത് കൊണ്ട് വെണ്ടയൊക്കെ നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്, കായുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വളം മാത്രമല്ല, ഒരു കീടനാശിനിയും കൂടെ ആയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കൃഷിയെയും പൂക്കളെയൊക്കെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഇതാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഇത് ഒഴിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ കട്ടിയായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. കട്ടിയായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു അവിടെ പോയി ഒരു പാട പോലെ നിന്നിട്ട് വായുസഞ്ചാരം, മണ്ണിലെ വായുസഞ്ചാരം തന്നെ തടസ്സപ്പെടും. അങ്ങനെ നമ്മുടെ ചെടിയൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. കണ്ടോ, ചെടികളൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും നമ്മൾ ഈ വളങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുത്താൽ. നമുക്ക് വലിയ മുടക്കൊന്നുമില്ല ഇതിന്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം കൂടി എടുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അതായത് കുറച്ച് ചെറുപയറാണത്. ചെറുപയറോ കടലയോ എന്തെങ്കിലും ആവാം. അതും കൂടെ കുതിർത്ത് അരച്ച് ചേർക്കും. ഇങ്ങനത്തെ വളമൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പയറൊക്കെ വലിയ കേടൊന്നും വരാതെ നല്ലപോലെ കായ്ഫലം തരും. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കുറച്ച് ചാണകം, എന്താ പറയുക, ഒരു 2 കിലോ ചാണകമൊക്കെ ഉള്ളൂ. പച്ച ചാണകമാണിത്. ഇത് ഏറ്റവും ഫ്രഷായാൽ അത്രയും നല്ലത്. ഇത് പിന്നെ ചെറുപയറാണ് കേട്ടോ. ചെറുപയർ മുളച്ചിട്ടില്ല. ഇത് മുളച്ചതാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ചെറുപയർ ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 പിടി ചെറുപയർ എടുത്തിട്ടുള്ളൂ. അത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. നല്ലതുപോലെ നമ്മളൊരു കോലോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഗ്ലൗസ് ഇട്ടിട്ടാണെങ്കിലും കൈകൊണ്ടായാലും നമുക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം, ഇത് തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 1 ലിറ്റർ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2.5 ലിറ്റർ കഞ്ഞിവെള്ളം നമുക്ക് വേണം ഇതിനായിട്ട്. അപ്പം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് 1-2 സാധനങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം നമുക്ക് കുറച്ച് കടലപ്പിണ്ണാക്ക്, 2 പിടി കടലപ്പിണ്ണാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ശർക്കര ഈ വളത്തിൻ്റെ ഒരു സ്മെല്ല്, ചീത്ത സ്മെല്ലുണ്ടോ, അതില്ലാതെയാവും. പിന്നെ സൂക്ഷ്മജീവികൾ കൂടാനും ഈ ശർക്കര സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഒരു ദിവസം വെച്ചാൽ മതി കേട്ടോ. അതാണ് ഇതിൻ്റെ ഈ വളത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. 4-5 ദിവസമൊന്നും വെക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ 2.5 ഇതൊരു 1.25 ലിറ്റർ കഞ്ഞിവെള്ളം ഉണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ കൊണ്ടതേ എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഉണ്ട് ഇതിൻ്റെ കളറൊക്കെ കണ്ടോ, നല്ലൊരു നീളം പച്ച കളറുള്ള കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കണം. മൂടി വയ്ക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ അടപ്പ് കൊണ്ടൊന്നും അടയ്ക്കരുത്. ഒരു തുണി ഇട്ട് വേണം മൂടാനായിട്ട്. തുണി അല്ലെങ്കിൽ ചണച്ചാക്ക്. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മീഥൈൻ എന്നൊരു വാതകം ഉണ്ടാകുന്നുണ്ട്. അത് പുറത്തു പോകാൻ കൂടെ വേണ്ടിയാണ്. പിന്നെ ഓക്സിജൻ ഉള്ളിലേക്ക് കടക്കുകയും വേണം. അതുകൊണ്ടാണ് നമ്മൾ തുണിയിട്ട് മൂടണമെന്ന് പറയുന്നത്. തുണിയോ തോർത്തോ അല്ലെങ്കിൽ ചണച്ചാക്ക കൊണ്ട് മൂടിയിടുക. ഇനി നമ്മൾ
ഒരു ദിവസം ഇത് വെച്ചേക്കണം. ഒരു ദിവസം കഴിയുമ്പോൾ നമുക്കത് എടുത്ത് ചെടികളിലും പച്ചക്കറികളിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ, അതാ ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ ബാക്ടീരിയകൾ വന്നിട്ട് നല്ലതുപോലെ പൊളിച്ച് റെഡി ആയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ ദിവസം വെച്ചാൽ മതി, ഇത് നല്ല വളമായിട്ട് മാറും. അതാണ് ഇത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തൊരു പാത്രം ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് വേണം ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുക്കുക മാത്രമല്ല, നമുക്ക് സ്പ്രേ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ 10 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏത് പാത്രം എടുക്കുന്ന അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെടികളിലൊക്കെ പറഞ്ഞല്ലോ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് വെള്ളം ചേർക്കാതെ ഒഴിച്ചാൽ ഒരു പാട പോലെ ഇത് പോയിട്ട് നമ്മുടെ ചെടിയെ തന്നെ ഇത് നശിപ്പിച്ച് കളയും. കാരണം മണ്ണിലേക്ക് വായു കടക്കാത്ത രീതിയിലായിപ്പോവും. അതുകൊണ്ട് നന്നായി നേർപ്പിച്ച് വേണം ചേർക്കാനായിട്ട്. നല്ല എഫക്റ്റീവായ ഒരു ജൈവവളമാണിത്. നിങ്ങളപ്പോൾ എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങൾ പറയണേ. അപ്പോൾ അതാ ഈ ഒരു ബക്കറ്റ് നിറച്ച് ഇതുണ്ട്. ഇങ്ങനെയായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞു എല്ലാ ചെടികൾക്കും നമ്മുടെ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ ചെടികൾക്കും, ചെറുപ്രായത്തിലുള്ള ചെടിക്കും അതുപോലെ തന്നെ പൂക്കാൻ തുടങ്ങിയതും കായ്ക്കാൻ തുടങ്ങിയതും ഒക്കെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് തളിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളൊന്ന് കുറച്ച് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് ഇനി വീണ്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ അരിച്ചെടുത്താൽ മതി. അത് നമ്മുടെ സ്പ്രേ ബോട്ടിലിൽ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അരിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം. കണ്ടോ, ധാരാളം കരടും ചാണകത്തിൽ നമുക്കറിയാമല്ലോ, ധാരാളം കരടൊക്കെ ഉണ്ട്. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സിനൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. അതിൻ്റെ ഇലകളിലൊക്കെ വീഴുന്ന രീതിയിൽ തളിച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് ചുവട്ടിൽ മാത്രം ഒഴിച്ചാൽ ഇലകളിലൊന്നും വീഴില്ലല്ലോ. അപ്പോൾ ഇത് മുളക് ചെടി പാകി നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ. വെറുതെ കുറച്ച് മുളകിൻ്റെ അരി കൊണ്ട് ഇട്ടതേ ഉള്ളൂ. അതെല്ലാം മുളച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം നമുക്ക് ഇനി പറിച്ച് നടേണ്ടതാണ്. അപ്പോൾ ഈ പൂച്ചെടികളിലൊക്കെ നമുക്ക് ഈ ബാൾസം ഉണ്ടല്ലോ, ഇതിലൊക്കെ നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രമാത്രം ചെടികളോ അതനുസരിച്ച് നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കണം. അപ്പോൾ ഇത് 2-3 ദിവസത്തേക്ക് വെച്ചേക്കണ്ട കേട്ടോ. അത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ ഉപയോഗിച്ച് തീർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് കൂടുതൽ കിട്ടുക. അപ്പോൾ ഇതിങ്ങനെ ഓരോ ആഴ്ചയിലോ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ചെടിയെ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് വളരും. പൂക്കേണ്ട ചെടി പൂക്കും, കായ്ക്കേണ്ട ചെടി കായ്ക്കുകയൊക്കെ. അപ്പോൾ അടുത്ത നല്ലൊരു യൂസ്ഫുള്ളായ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.